ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ വിവരങ്ങളിലേക്ക് വരാം. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. ജിബിൻ ജെബി വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ശങ്കരദാസിന്റെ അറസ്റ്റൊക്കെ നീണ്ടുപോകുന്നതിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തന്ത്രി അടക്കം അറസ്റ്റിലായ ശേഷം എന്തുകൊണ്ട് ശങ്കരദാസ് അടക്കം പുറത്തു നിൽക്കുന്നു എന്നത് അല്ലാതെയും ഉയർന്ന വിമർശനങ്ങളാണ്. അങ്ങനെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നെന്തൊക്കെയാണ് ഈ കേസിൽ നടപടികൾ? ആരോഗ്യ പരിശോധന അതെപ്പോഴാണ് ഉണ്ടാവുക? ദിവിഷ്, ഈ ശങ്കർദാസ് ആശുപത്രിയിലായതിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു. കാരണം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായത് കൊണ്ടാണോ ഈ ഒരു അറസ്റ്റ് വൈകുന്നത്? ഒരാളുടെ പേരിൽ ഒരാളെ ഒരു കേസിൽ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ പോയി കിടക്കുന്നത് ശരിയാണോ എന്ന തരത്തിലൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി, ഈഞ്ചയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി എല്ലാ ദിവസവും SIT നേരിട്ട് വിലയിരുത്തുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള രേഖകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സംഘത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ ICUലായിരുന്ന ശങ്കർദാസിനെ റൂമിലേക്ക് മാറ്റുന്നത്. തുടർന്ന് വീണ്ടും ഈ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരുടെ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറുകയും ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം 7:30 മജിസ്ട്രേറ്റും SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും നേരിട്ട് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതും അദ്ദേഹത്തോട് ചെറിയ രീതിയിൽ, അതായത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ഉള്ളത്. എന്നാൽ പോലും പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും അതിന് പിന്നാലെയാണ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. നിലവിൽ ഈ അറസ്റ്റിന്റെ വിവരങ്ങളും മറ്റ് ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച്, അതായത് ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയെങ്കിൽ പോലും ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തി മജിസ്ട്രേറ്റിന്റെ കൂടി സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തും. അതിനുശേഷമായിരിക്കും റിമാൻഡ് നടപടിയിലേക്കും മറ്റ് നടപടിയിലേക്ക് പോകുക. എന്തായാലും ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗതി ഉണ്ടായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നോക്കിക്കാണുന്നത്. ദിവിഷ്.